കായംകുളം താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവുമായി ബന്ധപ്പെട്ട് രോഗി ബന്ധു സംഗമം നടത്തി. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണവും രോഗി ബന്ധു സംഗമവും നടത്തി. പരിപാടി നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പാലിയേറ്റീവ് ദിനം ആചരിക്കുന്ന ഈ വേദിയിൽ അങ്ങനെ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് കായംകുളം ഹോസ്പിറ്റലിൽ ഒരച്ഛനും ഒരു മകളും മരുമകളും കൂടി അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവർ വീടുകളിൽ പോയി. അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു. ഇതുവരെ മക്കൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഇന്നലെ മക്കളെ വിളിച്ചപ്പോൾ മക്കൾ പറയുന്നത്, എനിക്ക് അങ്ങനെ അച്ഛനില്ല, 35 വർഷം മുമ്പേ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്, അതുകൊണ്ട് മരുമകൾ അച്ഛനെ നോക്കും. മരുമകളെ വിളിച്ചപ്പോൾ പറയുന്നത്, അച്ഛന് വേറെ ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് അച്ഛനെ നോക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭർത്താവില്ല. അങ്ങനെ നിരവധി വിഷമകരമായ വാർത്തകളാണ് ദിവസവും നമ്മളെ തേടി വരുന്നത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ അധ്യക്ഷനായി. 400 പരം കിടപ്പ് രോഗികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എല്ലാ മാസവും ഇവരുടെ വീടുകളിൽ പോയി കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ നൽകി. വെറും 3 നഴ്സുമാരാണ് ഈ 45 വാർഡിലും ഓടി നടക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആശാവർക്കർമാരാണ്. പക്ഷേ ഈ 44 വാർഡിലെയും ആശാവർക്കർമാർ ക്രിയാത്മകമായി അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം രാവിലെ ഞങ്ങളിവിടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നിട്ടും പല ആശാവർക്കർമാരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥം നമുക്കുണ്ടായിരിക്കണം. അതിന് വാർഡിലെ കൗൺസിലർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം അവരെ നമ്മൾ നിയമിച്ചിരിക്കുന്നത് വാർഡിലുള്ള കിടപ്പ് രോഗികൾക്കും അതുപോലെ അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടി ഒരു കൈത്താങ് എന്ന നിലയ്ക്ക് അവരുടെ അന്വേഷണങ്ങൾ നടത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അംബിക ആർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു നസ്രുള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത മുട്ടാണിക്കൽ, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സാമുവൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ S കേശുനാഥ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമ്മത്ത്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാജി S, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയറിലെയും മുതിർന്ന വ്യക്തിയെയും ഫാദർ തോമസ് ചെറുപുഷ്പഭവൻ ആദരിച്ചു. നഗരസഭാ കൌൺസിലർമാർ, പാലിയേറ്റീവ് ടീം അംഗങ്ങൾ, സ്പോൺസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രി PRO മഞ്ജുഷ മോഹനൻ കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. CDNet ന്യൂസ്, കായംകുളം.